നിങ്ങളൊരു സംരംഭകനാണോ അതോ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഇടമാണ് ഇവിടെ. ആഡ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് സംഘടിപ്പിക്കുന്ന ഒരു എക്സ്പോ ഇവിടെ നടക്കുകയാണ്. നമുക്ക് ഈ എക്സ്പോയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. നോക്കൂ, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കുള്ള എല്ലാ മെഷീനറികളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഒപ്പം അവർക്ക് നൽകേണ്ട സാങ്കേതിക സഹായം ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഇവിടെ സെമിനാറുകളും മറ്റ് പരിപാടികളും ഇവിടെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് ഒരു വ്യവസായം തുടങ്ങാനും അതുമായി മുന്നോട്ട് പോകാനും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ആഡ്ലെക്സിലേക്ക് വരണം. ആഡ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലേക്ക് വരണം. ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകും. അത് പറയാൻ, പഠിപ്പിച്ചു തരാൻ വിദഗ്ധരായവർ ഇവിടെ ഉണ്ട്. എന്തായാലും ഒരു ചെറുകിട ഇടത്തരം വ്യവസായി എങ്ങനെ തൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകണം എന്നതിൻ്റെ എല്ലാ ആശയങ്ങളും അതിൻ്റെ വഴികളും, എങ്ങനെ മെഷീനറി വാങ്ങണം, അതിനുള്ള ലോൺ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന, പഠിപ്പിക്കുന്ന, കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് ഈ ഒരു എക്സ്പോ. നമുക്ക് ശ്രീ സിജി നായരിലേക്ക് പോകാം. ട്രിപ്പിൾ ഇ CEO ആണ്. സാർ, ഈ ഒരു എക്സ്പോ ഇത് ഇപ്പോൾ രണ്ടാമത്തെ ഇൻഡസ്ട്രി എക്സ്പോ ആണ്. ഇന്റർനാഷണൽ ഇൻഡസ്ട്രി എക്സ്പോ സംഘടിപ്പിക്കുന്നു. എത്ര സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്? എന്തൊക്കെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ? എന്താണ്? നമുക്കിത് രണ്ടാമത്തെ എഡിഷനാണ് ട്രിപ്പിൾ ഐയുടെ ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുടെ. ഇതിൽ നമുക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 300 സ്റ്റോളുകളായിരുന്നുവെങ്കിൽ ഇത്തവണ 500 സ്റ്റോൾസായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ. ചെറുതും വലുതുമായ 500ഓളം മെഷീനറി നിർമ്മാതാക്കൾ, വിവിധതരം മെഷീനറികൾ, ടൂൾസ്, അതുപോലെ ഓട്ടോമേഷൻ സംവിധാനങ്ങളൊക്കെ അടങ്ങുന്ന നിരവധി കമ്പനികളുടെ സാന്നിധ്യം ഈ എക്സിബിഷനിലുണ്ട്. കേരളത്തിന് പുറത്തു നിന്നുള്ള, അതുപോലെ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള നിരവധി കമ്പനികൾ. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് പണച്ചെലവും സമയച്ചെലവും ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയിൽ അതൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സിറ്റിയിൽ ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമുക്കറിയാം, ഒരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിരവധി ഉണ്ടാവും. പക്ഷേ ഇതെങ്ങനെ തുടങ്ങി വെക്കണം? ഒരു പക്ഷേ ഒരു മെഷീനറി വാങ്ങണം, അതിൻ്റെ ഒരു മൂലധനം ആവശ്യമാണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. അത്തരത്തിലുള്ള സഹായങ്ങളും ഒരു സംരംഭം തുടങ്ങി വെക്കാനും ഒരു സംരംഭകരെ അതിനുള്ള നേതൃത്വം നൽകാനും ഒരു ഉറപ്പ് നൽകുന്ന എന്തൊക്കെ സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട്? നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് വ്യാവസായിക സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഫുഡ് ഇൻഡസ്ട്രി കേരളത്തിൽ അപാരമായ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അതുപോലെ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, പ്ലാസ്റ്റിക് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വ്യവസായങ്ങൾ, ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു 5 ലക്ഷം രൂപ മുതൽ തുടങ്ങാവുന്ന വിവിധ വ്യവസായങ്ങളെ സംബന്ധിച്ച് ഉള്ള വിപുലമായ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിലാക്കുവാനും അവരുടെ താല്പര്യങ്ങളനുസരിച്ചുള്ള സംരംഭങ്ങളിലേക്ക് കടക്കുവാനും വളരെ വലിയൊരു അവസരമാണ്. അതോടൊപ്പം ബാങ്കുകളുണ്ട്. നമുക്ക് ലോൺസ് കിട്ടാവുന്ന പരമാവധി സ്കീമുകളിലൂടെ എങ്ങനെയൊക്കെ ലോൺ എടുക്കാം, നമ്മുടെ ബിസിനസ് എങ്ങനെ പുറത്തേക്ക് പ്രൊമോട്ട് ചെയ്യാം, പ്രത്യേകിച്ച് MSMEയുടെ സംവിധാനങ്ങൾ, MSME എങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് സംബന്ധിച്ച് അവരുടെ വളരെ വിപുലമായൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. KBIP അവരുടെ സംവിധാനങ്ങളുണ്ട്. കേരള ഗവൺമെൻറ്, KSIDC, കിൻഫ്ര, ഇവരെല്ലാം, അതായത് ഒരു സംരംഭം തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നിലവിൽ സംരംഭങ്ങളുള്ളവർക്ക് അവരുടെ മേഖലയിൽ പുതിയ ടെക്നോളജി എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ. ഒപ്പം ഈ സംരംഭം തുടങ്ങിയാൽ മാത്രം പോരല്ലോ, അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്കിൽ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്ത് നൽകുമോ? മീൻസ് അവർക്ക് വേണ്ട അഡ്വൈസ്, അല്ലെങ്കിൽ എങ്ങനെ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകണം എന്ന തരത്തിലുള്ള തുടർച്ച ഇതിനുണ്ടാകുമോ? തീർച്ചയായിട്ടും. ഒരു സംരംഭം തുടങ്ങുന്ന മാത്രമല്ല, അവർക്ക് വേണ്ട മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ആവട്ടെ, പുതിയ വിപണികൾ നേടുന്നതാവട്ടെ, വളരെ സൗജന്യമായിട്ട് തന്നെ വിദേശത്തുള്ള ട്രേഡ് ഷോകളിൽ വരെ പങ്കെടുക്കാവുന്ന സംവിധാനങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീമുകൾ ഇവിടെയുണ്ട്. ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കാം, കേരള ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബിസിനസ് ശൃംഖല എങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നത് സംബന്ധിച്ച് ഈ എക്സിബിഷനിൽ പരിപൂർണമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇതൊരു അവസരമാണ്, ഒരു അസുലഭ അവസരം ഉപയോഗിക്കണം. എന്തെങ്കിലും സ്വന്തമായി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാം. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഒരു ഓട്ടോമേഷൻ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സാധ്യതകളുടെ ഒരുപാട് മേഖലകൾ തുറന്നിട്ടിരിക്കുന്ന ഒരു എക്സിബിഷനാണ് ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോ. ഇത് സംഘടിപ്പിക്കുന്നത് KSSI, മെട്രോമാർട്ട് സംയുക്തമായിട്ടാണ്. എക്സിബിഷൻ ഇനി ഒരു ദിവസം കൂടി ഉണ്ടാവും, നാളെ സമാപിക്കുന്നുണ്ട്. 3 ദിവസം നീളുന്ന എക്സിബിഷനിൽ വളരെ അഭൂതപൂർവമായ തിരക്കാണുള്ളത്. ട്രേഡ് മേഖലയിൽ, B2B മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ കുറിക്കുന്ന ഒരു എക്സിബിഷനായി മാറുകയാണ്. കേരളത്തിൻ്റെ വ്യവസായ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ട്രിപ്പിൾ ഐ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും പങ്കെടുക്കണം, പരമാവധി ഉപയോഗിക്കണം, അവസരങ്ങൾ ഉപയോഗിക്കുക, വളരുക, മുന്നേറുക. അതായത് നമ്മൾ ഈ പരമ്പരാഗത വ്യവസായങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച ഹൈടെക്കിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ഹൈടെക് ഇവിടെ പരിചയപ്പെടുത്താനുള്ള, ഹൈടെക്കാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും.
ഉദാഹരണത്തിന് ഇപ്പോൾ ജപ്പാനീസ് എന്നുള്ള കുരിത്ത എന്ന് പറഞ്ഞൊരു കമ്പനി ഇവിടെ വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഒരുപാട് മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. റിവർ ക്ലീനിങ് പ്രോസസ്സുകളുണ്ട്. എത്രയോ കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ നദി അല്ലെങ്കിൽ നമ്മുടെ ജലാശയങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ മെഷീനറി മെക്കനൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ, ഒരു വലിയ നദി അല്ലെങ്കിൽ ഒരു ജലാശയം ഒരു 1-2 വർഷം കൊണ്ട് ക്ലീൻ ചെയ്യാവുന്ന സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വളരെ വലിയ കമ്പനികൾ മുതൽ വളരെ ചെറിയ സ്ഥാപനങ്ങൾ വരെ ഇവിടെ സ്റ്റോളെടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പാക്മാൻ മെഷീനറി, പാക്കിംഗ് സംവിധാനങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതുമായി ബന്ധപ്പെട്ട മെഷീനറികളുണ്ട്. അതുപോലെ സാംബാക്ക് എന്ന് പറയുന്ന കമ്പനി, ഇപ്പോൾ VKC നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ സ്ഥാപനമായി മാറിയ ചെറിയൊരു ഗ്രൂപ്പ് വലിയൊരു സംവിധാനമായി മാറിയ കമ്പനിയാണ്. ഫ്രൂട്ടോമാൻസ് മറ്റൊരു സക്സസ് സ്റ്റോറിയാണ്. നിരവധി സക്സസ് സ്റ്റോറീസ് ഇവിടെ ഉണ്ട്. 400ഓളം സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അനുഭവസ്ഥരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരിൽ നിന്നും പഠിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യവസായ മേഖലയിൽ അതിന് ഉപയോഗിക്കാനും പറ്റും. ഇതാണ് IIIയുടെ ഏറ്റവും വലിയൊരു നേട്ടം. ഓക്കെ സാർ, വളരെ നന്ദി. എന്തായാലും ഈ ഒരു എക്സ്പോയ്ക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. ഓക്കെ ഓക്കെ എവറിത്തിങ്. എന്തായാലും മൈഫിൻ TV ഇതിന്റെ മീഡിയ ഈ ഒരു എക്സ്പോയുടെ മീഡിയ പാർട്ണർ ആണ് എന്നുള്ള കാര്യം കൂടെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ്. എന്തായാലും ഓക്കെ, താങ്ക് യു. എന്തായാലും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും സന്ദർശകരെ ഇഷ്ടം പോലെ പേർ വന്നു പോകുന്നുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാം. ഇത്തരത്തിൽ 500 സ്റ്റാളുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള മെഷീനറികൾ ഉപയോഗിച്ച് ഒരു സംരംഭകന് എങ്ങനെ ആദായകരമായി ബിസിനസ് തുടങ്ങി വെക്കാം, അതെങ്ങനെ മുന്നോട്ട് പോകാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. ഇവിടെ ഈ മെഷീനുകൾ ഒരുക്കുക മാത്രമല്ല, അത് നിങ്ങൾക്ക് വിദഗ്ധമായി പരിചയപ്പെടാം, അത് വാങ്ങാം. അത് വാങ്ങാനുള്ള ലോണുകൾ അനുവദിക്കാനുള്ള സംവിധാനം ബാങ്കുകളുടെ ക്രമീകരണം വഴി അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളൊരു സംരംഭകൻ ഒരു ബിസിനസ്സുകാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരു എന്റർപ്രണർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഉറപ്പായും നിങ്ങൾ കൊച്ചിയിലുള്ള ആഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലേക്ക് വരിക, ഈ കാര്യങ്ങൾ പരിചയപ്പെടുക, മികച്ച ഒരു സംരംഭകനായി മാറുക. ഫിജി തോമസ്, മൈഫിൻ TV, കൊച്ചി.